Hello everyone, welcome back to Brilliance Academy's Maths class. ഇന്ന് 16th ചാപ്റ്റർ ആയിട്ടുള്ള കോണിക് സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് കോണിക് സെക്ഷൻ എന്നുള്ളത് നോക്കാം. Mathematically, a conic section is the locus of a point P which moves so that its distance from a fixed point is always in a constant ratio to its perpendicular distance from a fixed line. അതായത് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിഗറിൻ്റെ അകത്തുള്ളൊരു പോയിൻ്റാണ് പി എന്ന് കൺസിഡർ ചെയ്യുക. പി എന്ന പോയിന്റിൽ നിന്നും നമുക്ക് എന്ത് പറയാൻ പറ്റും, വിച്ച് മൂവ് സോ ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ഇസ് ഓൾവേസ് ഇൻ എ കോൺസ്റ്റൻറ്റ് റേഷ്യോ. പിയിൽ നിന്ന് നമ്മുടെ ഫിഗറിൻ്റെ അകത്തുള്ള ഒരു ഫിക്സഡ് പോയിന്റിൻ്റെ അകത്തേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ തന്നെ ആ പോയിന്റിൽ നിന്ന് ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു ഫിക്സഡ് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും തമ്മിൽ റേഷ്യോ എടുക്കുകയാണെങ്കിൽ അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോണിക് സെക്ഷൻ എന്നും ഒരു കോണിക് ഫിഗർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഫിഗറിൻ്റെ അകത്തുള്ള ഒരു പി എന്ന പോയിന്റും ആ ഫിഗറിൻ്റെ അകത്തുള്ള ഒരു ഫിക്സഡ് പോയിന്റ് അകത്തേക്കുള്ള ഡിസ്റ്റൻസും ആ ഫിക്സഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഫിഗറിലുള്ള ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദ ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് ദി ഫോക്കസ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എസ്. നമ്മൾ ആ ഫിക്സഡ് പോയിന്റ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫിക്സഡ് പോയിന്റിനെ വിളിക്കുന്ന പേര് ഫോക്കസ് എന്നാണ്. എസ്, ക്യാപിറ്റൽ എസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോക്കസ് ഡിനോട്ട് ചെയ്യുന്നത്. ദ ഫിക്സഡ് സ്ട്രേറ്റ് ലൈൻ ഇസ് കോൾഡ് ദി ഡയറക്ട്രിക്സ്. അതേപോലെ നമ്മളിവിടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഫിക്സഡ് സ്ട്രേറ്റ് ലൈൻ ഉണ്ടായിരിക്കണം, ഒരു ഫിക്സഡ് ലൈൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫിക്സഡ് ലൈനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട്രിക്സ്. The straight line passing through the focus and perpendicular to the directrix is called the axis. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോക്കസിനെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ, അതായത് നമ്മുടെ ഡയറക്ട്രിക്സിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേര് ആക്സിസ് എന്നാണ്. The constant ratio is called eccentricity and is denoted by E. ഇവിടെ നമ്മൾ എടുക്കുന്ന ആ കോൺസ്റ്റന്റ് റേഷ്യോ, ഒരു റേഷ്യോ എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, രണ്ട് ഡിസ്റ്റൻസ് തമ്മില്ല. ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എസെൻട്രിസിറ്റി, ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഇ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു 4 ടേമുകൾ നമ്മുടെ എല്ലാ കോണിക് സെക്ഷൻസിലും വരുന്ന ജനറൽ ആയിട്ടുള്ള ടേംസ് ആണ്. ആ ടേംസ് എന്താണെന്നുള്ള ആലോചിച്ച് വെക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് 3 കോണിക് സെക്ഷൻസ്, 3 കോണിക് ഫിഗേഴ്സ് ആണ് പഠിക്കാനുള്ളത്. പാരാബോള, ഹൈപ്പർബോള, എലിപ്സ്. ഇത് 3 നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എലിപ്സിനെ കുറിച്ച് നോക്കാം. എലിപ്സിൻ്റെ ഇക്വേഷൻസും ഫിഗറും ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. എലിപ്സ്. An ellipse is a locus of a point which moves in a plane such that its distance from a fixed point bears a constant ratio to its distance from a fixed line. And this ratio is less than unity. അപ്പോൾ ആ റേഷ്യോനാണ് നമ്മൾ എസെൻട്രിസിറ്റി ഇ എന്ന് വിളിച്ചിരുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഏതാണ് നോക്കൂ, നമ്മുടെ ഈ ഫിഗർ ഇതാണ് ഒരു എലിപ്സിൻ്റെ ഫിഗർ വരുന്നത്. നമ്മുടെ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഇവിടെ ഉണ്ട്. ഒരു ഫിക്സഡ് പോയിന്റാ, നമ്മൾ ഫിഗറിൻ്റെ അകത്ത് നിന്നൊരു ഫിക്സഡ് പോയിന്റ് പി എടുത്തു. ആ പിയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് നമുക്ക് എത്ര 2 ഫോക്കസ് ആണ് പറയാൻ പറ്റുക. ഒന്ന് എസും പിന്നെ ഒന്ന് എസ് ഡാഷും, 2 ഫോക്കസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ പിയിൽ നിന്ന് ഫോക്കസ് ഫിക്സഡ് പോയിന്റ് എസിലേക്കുള്ള ഈ ഡിസ്റ്റൻസും, അതുപോലെ ഞാൻ ഇവിടെ ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. സെഡും Z1ഉം ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. പിയിൽ നിന്ന് സെഡിലേക്കുള്ള ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി എമ്മും, അതായത് പിയിൽ നിന്ന് എസിലേക്കുള്ള ഡിസ്റ്റൻസും പി എസും അതേപോലെ തന്നെ പി എമ്മും തമ്മിൽ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ആയിരിക്കും ഉണ്ടാവുന്നത്. ആ റേഷ്യോനായിരുന്നു നമ്മൾ എസെൻട്രിസിറ്റി എന്ന് വിളിച്ചത്. എലിപ്സിൻ്റെ കേസിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ യൂണിറ്റി, ദാറ്റ് ഈസ് എസെൻട്രിസിറ്റി വിൽ ബി ലെസ് ദാൻ യൂണിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫിഗറിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. സി ആണ് നമ്മുടെ എലിപ്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. എസും എസ് ഡാഷും നമ്മുടെ എലിപ്സിൻ്റെ ഫോക്കസ് ആണ്. പി എന്ന് പറയുന്നത് എലിപ്സിൻ്റെ അകത്തുള്ളൊരു ഫിക്സഡ് പോയിന്റ് ആണ്. സെഡും Z1ഉം ഫിക്സഡ് ലൈൻസ് ആണ്. അതിനെയാണ് നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് വിളിച്ചിരുന്നത്. അതേപോലെ നമ്മൾ ഈ ഒരു ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്, എൽ ഡാഷ് എന്ന് പറയുന്ന ഈ ലൈൻ. ആ ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാറ്റസ് റെക്ടം എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ എലിപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഇത്രയും ടേംസ് നമുക്ക് മനസ്സിലാക്കണം ആദ്യം. ഇനി നമുക്ക് എലിപ്സിൻ്റെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. We have the standard form the ellipse as x square by a square plus y square by b square equal to 1. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഒരു എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്
എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൽ എയും ബിയും എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അത് രണ്ടും എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം എന്താണ് മേജർ ആക്സിസ് എന്നുള്ളത് നോക്കാം. The line join the two vertices A dash and A. That is, A dash A is called the major axis and its length is 2a. ഓക്കെ, ഫിഗറിലേക്ക് നോക്കുക. നമ്മൾ ഫിഗറിൻ്റെ അകത്ത് നമുക്ക് ഇതാ നമ്മുടെ ഈ ഒരു എലിപ്സ് എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന 2 പോയിന്റ്സ് ആണ് ഇവിടെ എയും എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഡാഷ് എ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസിന് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മേജർ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2a ആയിരിക്കും. ഇവിടെ മുതൽ സെൻറ്റർ വരെ എയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എയും, അങ്ങനെ ടോട്ടൽ 2a ആണ് മേജർ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2a നമുക്ക് അറിയാമെങ്കിൽ എ കാണാൻ 2യുടെ ഹാഫ് ആണ് എ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വാല്യൂ ആണ് നമ്മളിവിടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്ത ടേം ആണ് മൈനർ ആക്സിസ്. The line passing through the center perpendicular to the major axis, that is B dash, is called the minor axis and its length is 2b. നമ്മൾ മേജർ ആക്സിസ് ഏതാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈനർ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മൾ മേജർ ആക്സിസ് എ ഡാഷ് എ ആയിരുന്നു. അപ്പോൾ മൈനർ ആക്സിസ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന എലിപ്സിനെ ടച്ച് ചെയ്യുന്നത് വരെ എടുത്താൽ മതി. അപ്പോൾ അത് എവിടുന്ന് എവിടെ വരെയാണ്? ബി മുതൽ ബി ഡാഷ് വരെ. അപ്പോൾ ബി ഡാഷ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ് നമ്മുടെ മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് വരുന്നത് 2b ആയിരിക്കും. ദാറ്റ് ഈസ് b പ്ലസ് ബി. അപ്പോൾ മൈനർ ആക്സിസിൻ്റെ ലെങ്ത് നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കുക, അപ്പോൾ b കിട്ടും. അതിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പൽ ആക്സിസ്. The two axes together, that is major and minor axis, are called the principal axis of the ellipse. നമ്മുടെ ഈ രണ്ട് നമ്മളിപ്പോൾ പഠിച്ച ഈ 2 ആക്സിസ് ഇല്ലേ, അതായത് നമ്മുടെ ഈ ഒരു മേജർ ആക്സിസും മൈനർ ആക്സിസിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അടുത്താണ് ലാറ്റസ് റെക്ടം. The length of the line segment L dash is called the latus rectum. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഫോക്കസ് എസിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈൻ, ആ ലൈന് നമ്മുടെ എലിപ്സിനെ എല്ലിലും എൽ ഡാഷിലും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എൽ ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം കാണാനുള്ള ഫോർമുലയാണ് 2b²/a. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫോർമുല നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 2b²/a എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് എന്ത് കാണാനുള്ളത്? ലാറ്റസ് റെക്ടം കാണാനുള്ള ഫോർമുല. ഇനി ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x ± a/e ആണ്. ഡയറക്ട്രിക്സ് എന്തായിരുന്നു? ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. നമ്മുടെ ഇവിടെ Z1 ഉം Z2 ആണ് നമ്മുടെ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x ± a/e ആണ്. ഇനി എസെൻട്രിസിറ്റി, നമ്മുടെ ഒരു റേഷ്യോ, കോൺസ്റ്റന്റ് റേഷ്യോ എന്ന എസെൻട്രിസിറ്റി. എലിപ്സിൻ്റെ കേസിൽ എസെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുലയാണ് E² = 1 - b²/a². അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഒരു എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിക്കണം, മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് എന്താണെന്നും അത് കാണാൻ 2a ആൻഡ് 2b ആണ് ഫോർമുല എന്നും, അതേപോലെ ലാറ്റസ് റെക്ടം, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ, എസെൻട്രിസിറ്റി, ഇത്രയും കാണാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഈ സെക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് the eccentricity, coordinates of the foci and the length of the axis of the ellipse 3x² + 4y² = 12. ഓക്കെ, നമുക്കിവിടെ ഒരു എലിപ്സ് ഉണ്ട്. ആ എലിപ്സിൻ്റെ എസെൻട്രിസിറ്റി കാണണം, കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ കാണണം, ലെങ്ത് ഓഫ് ദി ആക്സിസ് കാണണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ എസെൻട്രിസിറ്റിയും ലെങ്ത് ഓഫ് ആക്സിസ് എന്ന് പറയുമ്പോൾ മേജർ ആക്സിസും മൈനർ ആക്സിസും കാണാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു. പക്ഷെ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ എന്ന് പറയുന്നത് എന്താണ്? അത് ഈ ഫിഗറിൽ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. എസ് ആണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്, എസും എസ് ഡാഷും. അപ്പോൾ എസിൻ്റെ വാല്യൂ വരുന്നത് കോർഡിനേറ്റ് AE,0 എന്നാണ് വരിക. AE,0. അതേപോലെ ഇവിടെ എസ് ഡാഷ് വരുന്നത് -AE,0. അപ്പോൾ ഇൻ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ് ചോദിച്ചാൽ ± AE,0 എന്ന് എടുത്താൽ മതി. ആ ഫോർമുല കൂടി ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നമുക്കിനി പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിച്ചോ? 3x² + 4y² = 12 എന്നുള്ളത്. പക്ഷെ നമ്മൾ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? നമ്മൾ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്
എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നായിരുന്നു അല്ലേ. എക്സ് സ്ക്വയറും വൈ സ്ക്വയറിനും ഡിനോമിനേറ്റേഴ്സ് ഉണ്ട്, കൂടെ ഈക്വൽ ടു കോൺസ്റ്റന്റ് വരുന്നത് എപ്പോഴും എന്തായിരിക്കണം, 1 ആയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ കോൺസ്റ്റന്റ് വരുന്നത് ഈക്വൽ ടു 12 ആണ്. അപ്പോൾ 12നെ 1 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ മൊത്തത്തിൽ നമുക്ക് 12 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും, അത് ഇവിടെ സൈഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 3x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ ഈക്വൽ ടു 12. നമുക്ക് ഈ 12നെ 1 ആക്കാൻ 12 കൊണ്ട് തന്നെ മൊത്തം ഇക്വേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും, 3നെ 12 കട്ട് ചെയ്താൽ 4 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് 4നെ 12 കട്ട് ചെയ്താൽ വൈ സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 12 ബൈ 12 1 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് തന്ന ഇക്വേഷനെ ഒന്ന് മാറ്റിയെടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ജനറൽ ഇക്വേഷനുമായിട്ട് നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നാണുള്ളത്. അപ്പോൾ ബൈ എക്സ് സ്ക്വയറിൻ്റെ താഴെ കിട്ടിയത് എന്താ, 4 ആണ്. അപ്പോൾ എ സ്ക്വയർ ആണ് എന്ത്, 4 എന്ന് പറയുന്നത്. അതുപോലെ വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നത് 3 ആണ്. ദാറ്റ് ഈസ് വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററിൽ ബി സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ബി സ്ക്വയർ ആണ് എത്ര, 3 എന്ന് പറയുന്നത്. അപ്പോൾ എ സ്ക്വയർ 4ഉം ബി സ്ക്വയർ 3 ആണ് നമ്മൾ കമ്പയർ ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എസെൻട്രിസിറ്റി ഇതൊക്കെ കാണാൻ മെയിനായിട്ട് വേണ്ടത് എയും ബിയും തന്നെയാണ്. ഫസ്റ്റ് നമ്മളോട് എസെൻട്രിസിറ്റിയാണ് കാണാൻ പറഞ്ഞത്. എസെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല ഇ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഫോർമുലയിൽ കൊടുത്തിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആദ്യം ഇ സ്ക്വയറിൻ്റെ വാല്യൂ കാണാം. പക്ഷേ എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇ ആണ്, നമ്മൾ സ്ക്വയർ റൂട്ട് കൂടി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. നമുക്ക് ആ ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കാം. അപ്പോൾ 1 മൈനസ് ബി സ്ക്വയർ പറയുന്നത് ഓൾറെഡി 3 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 3 ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബൈ 4 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 മൈനസ് 3 ബൈ 4 ഈക്വൽ ടു 1 ബൈ 4 എന്ന് കിട്ടി. ഇ സ്ക്വയർ 1 ബൈ 4 കിട്ടിയാൽ ഇ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 ബൈ 4 ആയിരിക്കും. ദാറ്റ് ഈസ് 1 ബൈ 2 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എസെൻട്രിസിറ്റിയുടെ വാല്യൂ കിട്ടുന്നത്. പിന്നെ അടുത്തതാണ് കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കൈ. കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കൈ കാണാനുള്ള ഫോർമുല നമുക്കറിയാം, പ്ലസ് ഓ മൈനസ് എ ഇ കോമ 0 ആണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി എ ഇ കാണാം. എ ഇ എന്ന് പറയുന്നത് എ ഇൻറ്റു ഇ ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ 4 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും, റൂട്ട് 4 2 ആയിരിക്കും. ഇൻറ്റു ഇയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി 1 ബൈ 2. അപ്പോൾ 2 ഇൻറ്റു 1 ബൈ 2 ചെയ്താൽ 2 ബൈ 2 നമുക്ക് 1 കിട്ടും. അപ്പോൾ പ്ലസ് ഓ മൈനസ് 1 കോമ 0 ആണ് ഫോക്കസ് വരിക. ദാറ്റ് ഈസ് നമുക്ക് അതെങ്ങനെ എഴുതാം, 1 കോമ 0 ആൻഡ് മൈനസ് 1 കോമ 0 എന്ന് എഴുതാൻ പറ്റും. ലാസ്റ്റ് നമ്മളോട് കാണാൻ പറ്റുന്ന ലെങ്ത് ഓഫ് ദ ആക്സിസ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേജർ ആക്സിസും മൈനർ ആക്സിസും കാണാം. അപ്പോൾ മേജർ ആക്സിസ് കാണാനുള്ള ഫോർമുലയാണ് 2a. നമുക്കറിയാം എ എന്ന് പറയുന്നത് എ സ്ക്വയർ 4 ആണെങ്കിൽ എ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 4 കിട്ടി. മൈനർ ആക്സിസ് കാണാനുള്ള ഫോർമുല 2b ആണ്. നമുക്കിവിടെ ബി സ്ക്വയർ ആണ് 3. അപ്പോൾ അതിൽ നിന്ന് ബി എന്ന് പറയുന്നത് എന്താ കിട്ടുക, സ്ക്വയർ റൂട്ട് ഓഫ് 3 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു റൂട്ട് 3 2 റൂട്ട് 3 എന്ന് കിട്ടും. അപ്പോൾ മേജർ ആക്സിസ് 4ഉം മൈനർ ആക്സിസ് 2 റൂട്ട് 3 എന്നും കിട്ടി. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ഫിഗറാണ് പാരാബോള. ഇതാണ് പാരാബോളയുടെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. നമ്മളെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. വൈ ആക്സിസിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ വരച്ചിട്ടുള്ള ഈ ഫിഗറിനെയാണ് നമ്മൾ പാരാബോള എന്ന് വിളിക്കുന്നത്. അത് എലിപ്സിൽ നോക്കിയാൽ എല്ലാം തന്നെ പാരാബോളയിലും വരുന്നുണ്ട്. ഈ ഒരു ഫിക്സഡ് പോയിന്റ് ആണ്, എസ് ആണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. പാരാബോളയ്ക്കകത്തൊരു ഫിക്സഡ് പോയിന്റ് പി എടുത്തിട്ടുണ്ട്. പിയും എസും തമ്മിലുള്ള ഡിസ്റ്റൻസ് പി എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസും, അതേപോലെ ഒരു ഫിക്സഡ് ലൈന് എസ് എസ് ഡാഷ് എന്ന് പറയുന്ന ലൈനിലേക്ക് പിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി എം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പി എസും പി എമ്മും തമ്മിലൊരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എൽ എൽ ഡാഷ് ലാറ്റസ് റെക്റ്റവും അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൻ്റെ അകത്ത് തന്നിട്ടുള്ളത്. നമുക്ക് ഈ പാരാബോളയുടെ ഇക്വേഷൻ എന്താ വരിക എന്നുള്ളത് നോക്കാം. y square equal to 4ax is the standard equation of the parabola. നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു പാരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് y square equal to 4ax ആണ്. അപ്പം നമ്മൾ ഫിഗർ എങ്ങനെയാണ്, ഈ ഫിഗർ വരുന്നത് എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്, y ആക്സിസിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ ഇക്വേഷൻ വരുന്നത് y square equal to 4ax ആണ്. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ഈ ഒരു ഇക്വേഷനിൽ നിന്നും ഈ y square equal to 4ax എന്ന പാരാബോളയുടെ ഇക്വേഷനിൽ നിന്നും നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഫോർമുലാസ് ആണ്.
ഒന്ന് വേർട്ടെക്സ് എന്ന് പറയുന്നത്, വേർട്ടെക്സിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? 0,0 ആയിരിക്കും. വേർട്ടെക്സ് എന്താ? നമ്മൾ ഈ പാരാബോള എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ്, അവിടുത്തെ കോർഡിനേറ്റ്സ് എപ്പോഴും 0,0. കാരണം എന്താ? നമ്മൾ ഒറിജിനിലാണ് അത് വരുന്നത് അല്ലെ. എക്സ് ആൻഡ് വൈ ആക്സിസിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഇത് ഒറിജിനാണ്. ഒറിജിനിലാണ് ഇതിന്റെ നമ്മുടെ പാരാബോളയുടെ വേർട്ടെക്സ് കിടക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റ് വരുന്നത് 0,0 ആണ്. ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് എന്തേ ഉള്ളൂ? A,0 ആണ് വരുന്നത്. ഇനി ഇവിടുത്തെ ഇക്വേഷൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത് y=0 ആണ്. കാരണം എക്സ് ആക്സിസിൽ വൈ ആക്സിസിനെ ടച്ച് ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. ഇനി ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? x+a=0. ലാറ്റസ് റെക്റ്റം കാണാനുള്ള ഇവിടുത്തെ ഫോർമുല 4a. ലാറ്റസ് റെക്റ്റം LL' കാണാനുള്ള ഫോർമുല ഇവിടെ 4a ആണ്. ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ പഠിക്കാറ്. പക്ഷേ പാരാബോളയ്ക്ക് ഈ ഒരു ഫോം മാത്രമല്ല, ഒരു 3 ഡിഫറെൻറ്റ് ഫോമും കൂടി വരുന്നുണ്ട്. അതും അവരുടെ ഇക്വേഷൻസ് എന്താണെന്നും കൂടി ഉള്ളത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നമ്മൾ പാരാബോള ഇങ്ങനത്തെ 3 കേസിലും കൂടി വരാം. നമ്മൾ നേരത്തെ y² 4ax പഠിച്ചു അല്ലേ. y² 4ax പഠിച്ചു. ആ കേസിൽ നമ്മൾ ഫിഗർ വന്നിരുന്നത് എക്സ് ആക്സിസിൽ വൈ ആക്സിസിനെ ടച്ച് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന രീതിയിലായിരുന്നു. അതേപോലെ നേരെ തിരിച്ച് മിറർ ഇമേജ് പോലെ വരികയാണ്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് y² -4ax. ഇനി തിരിച്ചിട്ട് നമ്മൾ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്ത് വൈ ആക്സിസിലായിട്ടാണ് ഇത് കിടക്കുന്നതെങ്കിൽ x² 4ay. മുകളിലോട്ടാണ് പാരാബോള എങ്കിൽ x² 4ay ആണ് ഇക്വേഷൻ. അതേപോലെ താഴേക്കാണ് വരുന്നതെങ്കിൽ x² -4ay ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ z എന്ന് പറയുന്ന ഈ ലൈൻ എന്താണ്? നമ്മളുടെ ഡയറക്ട്രിക്സ്, ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ ഡയറക്ട്രിക്സ് ആണ് അത്. അപ്പോൾ ഈ എല്ലാ ഫിഗേഴ്സിൻ്റെയും 4 ഫിഗേഴ്സിൻ്റെയും നമ്മൾ എന്ത് പഠിക്കണം? വേർട്ടെക്സും ഫോക്കസും ഡയറക്ട്രിക്സും ലാറ്റസ് റെക്റ്റം എല്ലാം കാണാനുള്ള ഫോർമുലാസ് പഠിക്കണം. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി. കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, അപ്പോൾ ആദ്യം y² 4ax-ഉം y² -4ax-ഉം x² 4ay-ഉം x² -4ay-ഉം 4 പാരാബോളയുടെയും കേസസ് നമ്മൾ ഒരുമിച്ച് നോക്കാം. കോർഡിനേറ്റ്സ് ഓഫ് വേർട്ടെക്സ് എല്ലാ കേസിലും 4 കേസിലും നമ്മൾ വേർട്ടെക്സ് വരുന്നത് എവിടെ തന്നെയാണ്? ഒറിജിനിൽ വരുന്നത് കൊണ്ട് വേർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് എല്ലാ കേസിലും 0,0 ആണ്. ഇനി കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ് വരുന്നത് ഫസ്റ്റ് കേസിൽ a,0, സെക്കൻഡ് കേസിൽ -a,0. y² എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ കേസിൽ എക്സ് കോർഡിനേറ്റുകളാണ് 0. ഇനി തിരിച്ച് x² 4ay ആകുമ്പോൾ 0,aയും x² -4ay ആകുമ്പോൾ 0,-യും. അവിടെ എക്സ് കോർഡിനേറ്റുകളാണ് 0 ആയിട്ട് വരുന്നത്, ഇവിടെ y കോർഡിനേറ്റുകളാണ് 0 ആയിട്ട് വരുന്നത്. തേർഡ് വൺ, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. നമ്മളെ ഡയറക്ട്രിക്സ് z'-ന്റെ ഇക്വേഷൻ വരുന്നത് ഫസ്റ്റത്തെ കേസിൽ x -a, സെക്കൻഡ് കേസിൽ x a, തേർഡ് കേസിൽ y -aയും ഫോർത്ത് കേസിൽ y aയുമാണ്. അടുത്തത് കോർഡിനേറ്റ് ഓഫ് ദി ആക്സിസ്. ആക്സിസിൻ്റെത് വരുന്നത് ഫസ്റ്റ് കേസിൽ y 0, സെക്കൻഡ് കേസിൽ y 0. അതായത് y² എന്ന് പറയുന്ന കേസിലൊക്കെ ആക്സിസിൻ്റെ ഇക്വേഷൻ y 0 ആണ്. അതുപോലെ x² എന്ന് പറയുന്ന കേസിലൊക്കെ x ആണ് എന്തായിട്ട് വരുന്നത്? 0 ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ലാറ്റസ് റെക്റ്റം കാണാൻ, ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് കാണാൻ 4 കേസിലും എന്ത് തന്നെയാണ് ഫോർമുല? 4a തന്നെയാണ് ഫോർമുല വരുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷനിലുള്ളൊരു പ്രോബ്ലം ആണിത്. ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് വേർട്ടെക്സ്, കോർഡിനേറ്റ് ഓഫ് ഫോക്കസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ പാരാബോള y² 12x. നമ്മൾ പാരാബോള എന്ന് പറയുന്നത് y² 12x ആണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച 4 സ്റ്റാൻഡേർഡ് ഫോമിൽ ഏത് ഫോമിലാണ് വരുന്നതെന്ന് ആദ്യം നോക്കണം. y² എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ y² 4ax-ഉം അതേപോലെ y² -4x ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ വരാത്തത് കൊണ്ട് തന്നെ ഇത് സെക്കൻഡ് കണ്ടീഷൻ അല്ല, നമുക്ക് ഏതാണെന്ന് പറയാം? ഫസ്റ്റ് കണ്ടീഷനാണ് വരുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ജനറൽ ഇക്വേഷൻ ആയിട്ട് y² 4ax എന്ന് എടുക്കാം. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് 4a ആണ് എത്ര? 12 എന്ന് പറയുന്നത്. അപ്പോൾ 4a എന്ന് പറയുന്നത് =12 ആണ്. അതിൽ നിന്ന് നമുക്ക് a എന്ത് കിട്ടും? 12/4 3 എന്ന് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അത് വെച്ച് നമുക്ക് ഇവിടെ ചോദിച്ചതെല്ലാം കാണാം. ആദ്യം നമ്മളോട് കാണാൻ പറഞ്ഞത് ഇക്വേഷൻ കോർഡിനേറ്റ്സ് ഓഫ് ദ വേർട്ടെക്സ്. നമുക്കറിയാം 4 കേസിലും വേർട്ടെക്സ് ഒറിജിനിൽ വരുന്നതുകൊണ്ട് വേർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് 0,0 ആണ് വരുന്നത്. പിന്നെ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് കോർഡിനേറ്റ് a,0 ആണ്. a നമുക്ക് 3 കിട്ടി, അപ്പോൾ കോർഡിനേറ്റ് 3,0 എന്ന് വരും.
ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് എ അഥവാ എക്സ് മൈനസ് എ ഈക്വൽ ടു എക്സ് പ്ലസ് എ ഈക്വൽ ടു 0 എന്ന് എടുത്താൽ മതി. അപ്പോൾ എക്ക് 3 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. പിന്നെ ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്റ്റം നമുക്കറിയാം 4a ആണ്. നമ്മളിവിടെ കമ്പയർ ചെയ്തപ്പോൾ 4a നമുക്ക് 12 കിട്ടിയിട്ടുണ്ട്. ലാറ്റസ്റ്റ് റെക്റ്റം വരുന്നത് 12 ആയിരിക്കും. അപ്പം ജനറൽ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കമ്പയർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വാല്യൂസ് കാണാനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ ആണ് നമുക്ക് നോക്കാനുള്ളത് ഹൈപ്പർബോള. ഹൈപ്പർബോളയിൽ നമുക്ക് 2 കേസാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തെ കേസ് നോക്കാം. ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള ഹാവിംഗ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് കോൺജുഗേറ്റ് ആക്സിസ് എലോങ് വൈ ആക്സിസ്. ഓക്കെ, നമ്മൾ ഈ ഫിഗർ നോക്കും. ഈ ഫിഗറിൽ നമുക്ക് എക്സ് ആൻഡ് വൈ ആക്സിസിന്, ഇതാണ് നമ്മൾ എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഈ ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പർബോള എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മളുടെ ഈ ഹൈപ്പർബോള കിടക്കുന്നത് എക്സ് ആക്സിസിൻ്റെ അകത്താണ്. അപ്പോൾ എക്സ് ആക്സിസ് ആണ് അവിടെ നമ്മുടെ മെയിൻ ആക്സിസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മളെ ട്രാൻസ്വേഴ്സ് ആക്സിസ് വരിക. പാരാബോള ഏത് ആക്സിസിലാണോ കിടക്കുന്നത് അതാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അപ്പോൾ നേരെ തിരിച്ച് നമ്മൾ വൈ ആക്സിസ് ആണ് അപ്പോൾ എന്ത് വരുന്നത്? കോൺജുഗേറ്റ് ആക്സിസ് വരുന്നത്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സിസും കോൺജുഗേറ്റ് ആക്സിസ് വൈ ആക്സിസുമായിട്ട് വരുന്ന ഈ ഒരു ഹൈപ്പർബോളയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നമ്മൾ ആദ്യം പഠിച്ച എലിപ്സിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലസ് ആയിരുന്നു, പക്ഷെ അവിടെ മൈനസ് ആണ് കേട്ടോ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. നമ്മൾ നേരത്തെ ഫിഗേഴ്സിലൊക്കെ നോക്കിയതുപോലെ തന്നെ എന്തുണ്ട്? നമ്മൾ ഈ ഒരു ഫിഗറിന് ഫോക്കസ് ഉണ്ട്. എസും എസ് ഡാഷും ആണ് നമ്മുടെ ഫോക്കസ്. അതുപോലെ എയും എ ഡാഷുമാണ് ഇവിടുത്തെ വേർട്ടെക്സ് വരുന്നത്. ഫിക്സഡ് സ്ട്രേറ്റ് ലൈൻ ആണ് ഈ 2 ലൈൻസ് വരുന്നത്. പിന്നെ കോൺസ്റ്റന്റ് റേഷ്യോ പിയിൽ നിന്ന് എമ്മിലേക്കുമുള്ള റേഷ്യോ ഇവിടെയും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിലും എന്ത് കാണാനുണ്ട്? കുറച്ച് ഇക്വേഷൻസ് ഒന്ന് നോക്കാനുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ, ഈ ഫിഗറിൻ്റെ കേസിൽ നമ്മുടെ ഈ എസെൻട്രിസിറ്റി കാണാനുള്ള ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. എ സ്ക്വയറും ബി സ്ക്വയറും നമുക്ക് ഈ ഇക്വേഷൻ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സെൻറ്റർ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഹൈപ്പർബോളയുടെ സെൻറ്റർ വരുന്നത് ഒറിജിൻ ആണ്. ഇവിടെ സെൻറ്റർ വരുന്ന ഒറിജിൻ ആണ്. അപ്പോൾ കോർഡിനേറ്റ് 0,0 ആണ്. ഫോക്കസിൻ്റെ കോർഡിനേറ്റ് 2 ഫോക്കസ് ഉണ്ട്. ഒന്ന് ഇവിടെ AE,0യും ഇവിടെ -AE,0. അപ്പോൾ ജനറലായിട്ട് നമുക്ക് +or-AE,0 എന്ന് പറയാൻ പറ്റും. വേർട്ടിസസ് കാണാൻ, അതായത് A ഡാഷ് കാണാനുള്ള ഫോർമുലയാണ് +or-A,0. ലെങ്ത് ഓഫ് ലാറ്റസ്റ്റ് റെക്റ്റം ഇവിടെ കാണാനുള്ള ഇക്വേഷൻ 2b²/a. ഇനി ട്രാൻസ്വേഴ്സ് ആക്സിസ്, അതായത് നമ്മൾ ഹൈപ്പർബോള കിടക്കുന്ന ആക്സിസ് ട്രാൻസ്വേഴ്സ് ആക്സിസ് കാണാനുള്ള ഇക്വേഷൻ 2aയും കോൺജുഗേറ്റ് ആക്സിസിൻ്റെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ 2bയുമാണ്. ലാസ്റ്റ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x = +or-a/e. നമ്മൾ ഫിക്സഡ് സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = +or-a/b ആണ്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് കേസിൽ എങ്ങനെയൊക്കെയാണ് ഈ ഇക്വേഷൻസ് വരുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് കേസ് ഓഫ് ഹൈപ്പർബോള. ഈ ഹൈപ്പർബോളയുടെ പ്രത്യേകത എന്താണ്? ഇത് നമ്മുടെ എക്സ് ആക്സിസും, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഹൈപ്പർബോള ഇപ്പോൾ കിടക്കുന്നത് വൈ ആക്സിസിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത് വൈ ആക്സിസും കോൺജുഗേറ്റ് ആക്സിസ് ആണ് ആര്? നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ കണ്ടോ, ദ ഹൈപ്പർബോള ഹൂസ് ട്രാൻസ്വേഴ്സ് ആൻഡ് കോൺജുഗേറ്റ് ആക്സിസ് ആർ റെസ്പെക്റ്റീവ്ലി the conjugate and transverse axis of given hyperbola is called the conjugate hyperbola. ഓക്കെ, അപ്പോൾ നേരത്തെ കേസിൽ കോൺജുഗേറ്റ് ഹൈപ്പർബോളയാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താ വരുന്നത് നോക്കൂ, y²/b² - x²/a² = 1. നേരത്തെ തിരിച്ചിട്ട് നേരത്തെ x²/a² - y²/b² = 1 ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് വൈ ആക്സിസ് ആയ സമയത്ത് ഇക്വേഷൻ y²/b² - x²/a² = 1. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഇക്വേഷൻ തന്നാൽ, ഹൈപ്പർബോളയുടെ ഇക്വേഷൻ തന്നാൽ നമ്മളത് ഇതിലേത് കേസാണെന്ന് മനസ്സിലാക്കുന്നത് ജനറൽ ഇക്വേഷൻ വെച്ചിട്ടാണ്. ആദ്യം x² ആണെങ്കിൽ അത് ഫസ്റ്റ് കേസും y² ആണ് ആദ്യം വരുന്നെങ്കിൽ സെക്കൻഡ് കേസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കറിയാം ഈ കേസിൽ ഇൻ ദിസ് കേസ് ട്രാൻസ്വേഴ്സ് ആക്സിസ് വൈ ആക്സിസും കോൺജുഗേറ്റ് ആക്സിസ് എക്സ് ആക്സിസുമാണ്. ട്രാൻസ്വേഴ്സ് ആക്സിസ് കാണാനുള്ള ഫോർമുല 2b ആണ്. കോൺജുഗേറ്റ് ആക്സിസ് കാണാനുള്ള ഫോർമുല 2a ആണ്. ലാറ്റസ്റ്റ് റെക്റ്റം കാണാനുള്ള ഫോർമുല 2a² / b ആണ്.
ഡയറക്ട്രസിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ബി ബൈ ഇ ആണ്. അതുപോലെ വേർട്ടിസസ് വരുന്നത് 0, പ്ലസ് ഓ മൈനസ് ബി. ഫോക്കസ് വരുന്നത് 0, പ്ലസ് ഓ മൈനസ് ബി ഇ. സെൻറ്റർ ഇവിടെയും ഒറിജിനിൽ തന്നെയാണ് 0, വരും. എസെൻട്രിസിറ്റി കാണാനുള്ള ഫോമുലയ്ക്കും വ്യത്യാസമുണ്ട്. ഇ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് കേസിലെയും ട്രാൻസ്വേഴ്സ് ആൻഡ് കോൺജുഗേറ്റ് ആക്സിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുകൊണ്ട് സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഇക്വേഷനും ലെങ്ത്തും കോർഡിനേറ്റ്സും കാണാനുള്ളതിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ ഹൈപ്പർബോള x square by 16 minus y square by 9 equal to 1, find the following. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഹൈപ്പർബോള തന്നിട്ടുണ്ട്. x square by 16 minus y square by 9 equal to 1. അപ്പോൾ ഈ ഹൈപ്പർബോളയുടെ എസെൻട്രിസിറ്റി, ഫോക്കൈ, വെർട്ടിസസ്, ഡയറക്ട്രിസസ്, ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം, സെൻറ്റർ, ഇത്രയും നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഹൈപ്പർബോളയിൽ രണ്ട് കേസ് ഉണ്ട് അല്ലേ? ഏത് കേസാണ് നമുക്ക് മനസ്സിലാവേണ്ടേ? അപ്പോൾ നോക്ക്, ഇവിടെ ഫസ്റ്റ് തന്നത് എന്താ? എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഫോമിലാണിത്. ഞാൻ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അതായത് നമ്മുടെ ഫസ്റ്റ് കേസ് ഓഫ് ഹൈപ്പർബോളയാണിത്. അപ്പോൾ അതുമായിട്ട് അപ്പോൾ അതിലെ ഇക്വേഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയറിൻ്റെ താഴെയുള്ളത് എ സ്ക്വയർ, അപ്പോൾ എ സ്ക്വയർ ഇവിടെ 16ഉം വൈ സ്ക്വയറിൻ്റെ താഴെയുള്ളത് ബി സ്ക്വയർ 9ഉം ആണ്. നമുക്ക് എയും ബിയും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സ്ക്വയർ 16 ആണെങ്കിൽ എ റൂട്ട് 16 4 വരും. ബി സ്ക്വയർ 9 ആണെങ്കിൽ ബി റൂട്ട് 9 3 വരും. നമുക്ക് ഓരോന്ന് കാണാം. ഫസ്റ്റ് നമ്മുടെ എസെൻട്രിസിറ്റി കാണാൻ പറഞ്ഞു. എസെൻട്രിസിറ്റി കാണാനുള്ള ഫോമുല ഇ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. നമുക്ക് ഓൾറെഡി ഇവിടെ എ സ്ക്വയറിൻ്റെ ബി സ്ക്വയറിൻ്റെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 16 പ്ലസ് 9 ബൈ 16. 16 പ്ലസ് 9 ചെയ്താൽ 25 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 25 ബൈ 16 കിട്ടും. അപ്പോൾ 25ൻ്റെ റൂട്ട് 5ഉം 16ൻ്റെ റൂട്ട് 4ഉം, അങ്ങനെയാണ് നമുക്ക് എസെൻട്രിസിറ്റി 5/4 കിട്ടുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മളോട് ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ പറഞ്ഞു. ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് ഫോമുല വരെ പ്ലസ് ഓ മൈനസ് എ ഇ, 0 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എ ഇൻറ്റു ഇ കണ്ടു നോക്കാം. നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അപ്പം എ ഇ എന്ന് പറയുമ്പം എ 4ഉം ഇൻറ്റു ഇ നമുക്ക് 5/4ഉം കിട്ടി. അപ്പം 4ഉം ക്യാൻസൽ ചെയ്ത് പോയ ആൻസർ 5 കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തത്. 4 ഇൻറ്റു 5/4, 4ഉം കട്ട് ചെയ്താൽ 5 കിട്ടും. അപ്പോൾ ഫോക്കസ് വരുന്നത് പ്ലസ് ഓ മൈനസ് 5,0 എന്ന് വരും. അടുത്തത് വേർട്ടിസ് ആണ് കാണേണ്ടത്. വേർട്ടിസ് കാണാനുള്ള ഫോമുല പ്ലസ് ഓ മൈനസ് എ, 0. അപ്പോൾ എ എന്ന് പറയുന്നത് 4 ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ പ്ലസ് ഓ മൈനസ് 4,0 എന്ന് വരും. അടുത്ത ഡയറക്ട്രിസ്. അപ്പോൾ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് ഡയറക്ട്രിസിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് എ ബൈ ഇ. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് എക്ക് 4ഉം ബൈ ഇക്ക് 5/4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ, അതായത് 4/5/4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 4/4 എന്ന് എടുക്കാം. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 4 ഇൻറ്റു 4 16, 16/5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 16/5 എന്ന് കിട്ടും. അടുത്തത് ഇവിടുത്തെ കേസിൽ നമുക്ക് ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെയും കോൺജുഗേറ്റ് ആക്സിസിൻ്റെയും ലെങ്ത് കാണാനുണ്ട്. ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത് 2a ആണ്. എ 4 ആയതുകൊണ്ട് 2 ഇൻറ്റു 4 8 കിട്ടി. കോൺജുഗേറ്റ് ആക്സിസിൻ്റെ ഇക്വേഷൻ ഇവിടെ 2b ആണ്. ബി ഇവിടെ 3 ആയതുകൊണ്ട് 2 ഇൻറ്റു 3 ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി കാണാനുള്ളത് ലാറ്റസ് റെക്ടം. ഫസ്റ്റ് കേസിൽ ലാറ്റസ് റെക്ടം കാണാനുള്ള ഇക്വേഷനാണ് 2b² ബൈ എ. അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 2 ഇൻറ്റു ബി സ്ക്വയർ 9 ആണെന്നുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 9 ബൈ എയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 2 ഇൻറ്റു 9/4 എന്ന് പറയുമ്പോൾ എനിക്ക് 2നെ 4ൽ 2 ടൈംസ് കട്ട് ചെയ്താൽ 9/2 എന്ന് കിട്ടും. ലാസ്റ്റ് സെൻറ്റർ നമുക്കറിയാം. രണ്ട് ഹൈപ്പർബോളയുടെ കേസിലും സെൻറ്ററുടെ കോർഡിനേറ്റ്സ് വരുന്നത് 0,0 ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇതേപോലെ നമ്മളോട് സെക്കൻഡ് കേസും ചോദിക്കാം. അതിനാൽ നേരെ തിരിച്ച് y സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നായിരിക്കും ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതേപോലെ എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് നേരെ ഓപ്പോസിറ്റ് വരും. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം.
Find the equation of hyperbola with vertices plus or minus 2, 0 and foci plus or minus 3, 0. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് വേർട്ടിസസിൻ്റെ കോർഡിനേറ്റും ഫോക്കസിൻ്റെ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. അത് വെച്ച് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പഠിച്ച രണ്ട് കേസിൽ ഏത് കേസാണ് ഇത് വരാൻ നോക്കണ്ടേ, അതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ y കോർഡിനേറ്റ് ആണ് 0 ആയിട്ട് വരുന്നത് അല്ലേ. വേർട്ടിസിലും ഫോക്കസിലും y കോർഡിനേറ്റ് 0 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് കേസാണ്? നമ്മൾ പഠിച്ച ഫസ്റ്റ് കേസ്. അതായത് നമ്മുടെ ഇക്വേഷൻ വരുന്നത് x² - y² b² = 1 എന്നതാണ് നമ്മുടെ ഈ കേസിലെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതിൽ എന്ത് കൊടുക്കണം? a² b² വാല്യൂ വേണ്ടേ? നമുക്കിവിടെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വേർട്ടിസസിൻ്റെ ഇക്വേഷൻ എന്നത് +or - a,0യും ഫോക്കസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് +or - ae,0യും. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഇതിൽ നിന്ന് എയുടെ വാല്യൂ 2 ആണെന്ന് പറയാൻ പറ്റും, അതുപോലെ എയുടെ വാല്യൂ 3 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താ അറിയാം? 2e = 3. അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്താണ്? 3 × 2 കൊടുക്കുമ്പോൾ /2. അങ്ങനെ ഇയുടെ വാല്യൂ 3/2. എയുടെ വാല്യൂയും ഇയുടെ വാല്യൂയും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് ഇക്വേഷനിൽ കൊടുക്കാൻ എയുടെ വാല്യൂ മാത്രം പോരാ, ബി ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിലുള്ളത് എയും ഇയും, ഇനി കണ്ടുപിടിക്കേണ്ടത് ബിയും. ഇവരെ 3 പേരും കൂടി കണക്ട് ചെയ്തിട്ട് നമ്മളുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എസെൻട്രിസിറ്റി കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ എസെൻട്രിസിറ്റി കാണാനുള്ള ഇക്വേഷൻ E = √a² + b² a² എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ്റെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? E² = a² + b² a² എന്ന് കിട്ടും. ഇവിടുത്തെ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ചെയ്ത് പോകും സ്ക്വയർ ചെയ്യുമ്പോൾ. ഇനി ഞാൻ E² ഇവിടുത്തെ ഡിനോമിനേറ്ററിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് a² a² + b² a² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ a² a² ചെയ്ത 1 ആണ്, പ്ലസ് b² a². അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് E² = 1 + b² a² എന്ന ഇക്വേഷനിൽ നിന്ന് b കാണാനൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി ഇവിടുത്തെ +1 ആദ്യം ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ E² - 1 = b² a². b² അവിടെ വെച്ച് ഡിവൈഡ് ബൈ a² അങ്ങോട്ടേക്ക് എടുത്താൽ b² = a² × E² - 1 എന്നുള്ള ഇക്വേഷൻ കിട്ടി. നമുക്കിവിടെ b² കാണാനല്ലേ, b² അല്ലേ കാണേണ്ടത്. അപ്പോൾ b² കാണാനുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോൾ അതാണ് b² = a² × E² - 1 എന്നുള്ള ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ ഇതിൽ കൊടുക്കാൻ a² വാല്യൂ a2 ആണെങ്കിൽ a² 4 വരും, ഇൻറ്റു E² ഈ 3/2 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ വരിക 9/4 - 1. അപ്പോൾ ഈ 9/4 - 1 നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? b² = 4 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 9 - 4/4 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഇൻറ്റു 4ഉം / 4ഉം ക്യാൻസൽ ചെയ്ത് പോയി 9 - 4 ചെയ്താൽ 5 ആണ്. b² വാല്യൂ 5ഉം a² വാല്യൂ നമുക്ക് 4ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ജനറൽ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² / 4 - y² / 5 = 1. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ്, എന്താണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഒരു MCQയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെക്ഷനാണിത്. എന്താണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് നമുക്ക് നോക്കാം. If in a hyperbola the length of transverse axis is equal to the length of conjugate axis, then the hyperbola is called a rectangular hyperbola. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കേസിൽ, ഇപ്പോൾ നമ്മൾ ഹൈപ്പർബോളയുടെ 2 കേസ് പഠിച്ചു അല്ലേ. ആദ്യത്തെ കേസിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് വലുതും കോൺജുഗേറ്റ് ആക്സിസ് ചെറുതും, രണ്ടാമത്തെ കേസിൽ നേരെ തിരിച്ചുമായിരുന്നു. സപ്പോസ് 2 കേസിലും നമ്മൾ ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത്തും അതുപോലെ കോൺജുഗേറ്റഡ് ആക്സിസിൻ്റെ ലെങ്ത്തും ഈക്വൽ ആയിട്ട് വരിക എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഹൈപ്പർബോളനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലാർ ഹൈപ്പർബോള എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടാങ്കുലാർ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ത് വരും? x² - y² = a² എന്നോ അല്ലെങ്കിൽ y² - x² = b² എന്നോ എഴുതാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത്തും കോൺജുഗേറ്റ് ആക്സിസിൻ്റെ ലെങ്ത്തും ഈക്വൽ ആകുമ്പോൾ എയും ബിയും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു x² / a² - y² / b² = 1 എന്നായിരുന്നു. എയും ബിയും ഈക്വൽ ആകുമ്പോൾ എനിക്ക് ഈ b² പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? a² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. ഡിനോമിനേറ്റർ കോമൺ എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്താൽ എനിക്ക് ഇക്വേഷൻ എന്ത് കിട്ടി?
എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടി. ഇതേപോലെ സെക്കൻഡ് ഇക്വേഷൻ ആയിരുന്നു എന്ത്, വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. എ സ്ക്വയറിന് പകരം ഞാൻ ബി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് കോമൺ ആയതുകൊണ്ട് ബി സ്ക്വയറിന് കോമൺ എടുത്ത് അങ്ങോട്ടേക്ക് എടുത്താൽ എനിക്ക് എന്ത് കിട്ടി, വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ 2 ഇക്വേഷൻസ് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും. ഈ 2 ഇക്വേഷൻസ് ആണ് നമ്മളെ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയുടേത് വരുന്നത്. അതിന് ഇവിടുത്തെ കേസിൽ എസെൻട്രിസിറ്റി എന്ത് വരും, എസെൻട്രിസിറ്റി ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ഈയുടെ വാല്യൂ നമുക്ക് √2 കിട്ടും. ദ എസെൻട്രിസിറ്റി ഓഫ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള √2. ഇത് ആലോചിച്ച് വെക്കുക, MCQയിൽ ചോദിക്കാം. അതെങ്ങനെ √2 കിട്ടുന്നത്, എസെൻട്രിസിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയുന്നത് E ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ആയിരുന്നു ഫസ്റ്റ് കേസിൽ. എയും ബിയും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ഈ എക്കും എന്തും ഈ ബി സ്ക്വയറിന് പകരം എ സ്ക്വയർ കൊടുത്തു. അപ്പോൾ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ചെയ്ത റൂട്ട് ഓഫ് 2a സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇത് 2 കട്ട് ചെയ്ത് പോയാൽ എനിക്ക് എന്ത് കിട്ടി, 2 കിട്ടി. തിരിച്ച് ഇനി അതുപോലെ സെക്കൻഡ് കേസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ ആയിരുന്നു. എ സ്ക്വയറിന് ഒരു ബി സ്ക്വയർ കൊടുത്താൽ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2b സ്ക്വയർ ബൈ ബി സ്ക്വയർ കട്ട് ചെയ്ത് പോയാൽ അതും √2 തന്നെ കിട്ടും. അപ്പോൾ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്താണെന്നും അതിൻ്റെ ഇക്വേഷനും എസെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുലയും ആലോചിച്ച് വെക്കുക. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.